ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടിവിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 29ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെ അനുകമ്പയോടെ ആർദ്രതയോടെ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് നല്ലൊരു പാരമ്പര്യമുണ്ട്. 2018 വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ 2024 വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ആർദ്രതയോടെ കരുണയോടെ ആ മഹാവിപത്തുകളെ നേരിട്ട ഒരു ചരിത്രം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് കൊടുക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സ്നേഹത്തോടെ കരുണയോടെ അനുകമ്പയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഒരു പരിധിവരെ നാം ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നത്, നന്ദി പറയാം. എന്നാൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ആ ശ്രമത്തിൽ ഒരുപക്ഷെ ഈ മൂല്യങ്ങളൊക്കെ മറക്കാൻ ഇടയുണ്ട്. നോമ്പിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെക്കുറിച്ചൊന്ന് അവലോകനം ചെയ്യാം. ഏത് രീതിയിലാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്? എന്നെ കേൾക്കുന്ന പലരും നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും ചെറിയ പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെയൊക്കെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുവാൻ ശ്രമിക്കുന്നുണ്ടാവാം. ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ മനസ്സ് മരുഭൂമിയാകുന്നത് ജീവിതം തിരക്കേറുമ്പോഴാണ്. ആ തിരക്കിനെയൊക്കെ ഒന്ന് മാറ്റി മനസ്സ് സ്വസ്ഥമായി ദൈവത്തിലേക്ക് അടുക്കുവാൻ, കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ചെലവഴിക്കാം. പ്രത്യേകിച്ച് ഈശോയുടെ പീഡാനുഭവ സഹന മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന അവസരങ്ങളിൽ ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ഈശോയുടെ മുഖം ദർശിക്കുവാൻ, സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ ചുറ്റുമുള്ളവരോട് എങ്ങനെ കരുണ കാണിക്കണം, അനുകമ്പ കാണിക്കണം? ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മനസ്സിലാക്കാനുള്ള മനോഭാവം, എമ്പതി. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നെങ്കിൽ അത് വലിയ ഒരു കാര്യമാണ്. ദൈവം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് നന്മകൾ നൽകിയിട്ടുണ്ട്. ഓരോ വ്യക്തിയിലേക്കും നന്മകൾ വർഷിച്ചിട്ടുണ്ട്. കുറ്റങ്ങളും കുറവുകളും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ആദ്യം നമ്മൾ ദർശിക്കുക. എന്നാൽ അവരുടെ നന്മകൾ കാണുവാൻ, ആ നന്മയെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിച്ചാൽ ജീവിതം ധന്യമായി. ഈശോയുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് വലിയ അനുകമ്പയോടെ ഈശോ പ്രവർത്തിച്ച നിമിഷങ്ങൾ. വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി. ലാസറിൻ്റെ കുഴിമാടത്തിൽ ഈശോ ചെല്ലുകയാണ്. ആ കുടുംബത്തെ ഈശോ അത്യധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ കുഴിമാടത്തിൽ ചെല്ലുവാനും അവിടെ കണ്ണുനീർ ചൊരിയുവാനും അങ്ങനെ ദൈവപിതാവിനോട് പ്രാർത്ഥിച്ച് അവനെ ഉയർത്തുവാനും സാധിച്ചത്. കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. അവിടെ ചെന്നപ്പോൾ ആ കുടുംബത്തെ, അവർക്കുണ്ടാകുന്ന അവഹേളനങ്ങൾ, അവയെല്ലാം ഈശോ ഏറ്റെടുത്ത് ദൈവപിതാവിനോട് പറഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ കരുണ വർഷിക്കുവാൻ, കരുണയോടെ ഇടപെടുവാൻ ഈശോയ്ക്ക് സാധിച്ചു. ആ ഈശോയെക്കുറിച്ച് നോമ്പിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം, ഒരുങ്ങാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കരുണയോടെ അനുകമ്പയോടെ പ്രവർത്തിച്ച നിമിഷങ്ങളുണ്ട്, നന്ദി പറയാം. ഇനിയും ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ, ജീവിതത്തിൽ നിന്ന് തിരികെ പിടിക്കാം, ഈശോയിലേക്ക് അടുത്ത് വരാം. മറ്റുള്ളവരുടെ വിഷമം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. നമുക്കറിയാം,
കിഡ്നി ഫെയിലിയറായ ഒരാൾക്ക് കിഡ്നി ദാനം ചെയ്യാം, അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുക്കാം. അതോടൊപ്പം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് പണം മുടക്കാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും സംഭാവനകൾ കൊടുക്കാം. അതിനൊക്കെ നമ്മൾ തയ്യാറാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറയുന്ന ഒരു കാര്യമുണ്ട്. 5 കുടുംബങ്ങളുണ്ടെങ്കിൽ ആ 5 കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു കുടുംബത്ത് മാനസിക രോഗമുള്ള വ്യക്തികളുണ്ടായിരിക്കാം. ഇങ്ങനെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു പഠനത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളോടുള്ള മനോഭാവം എന്താണ്? സാധാരണ രോഗങ്ങൾ വന്നു കഴിയുമ്പം അകമിഴിഞ്ഞ് സഹായിക്കാനുള്ള ഒരു മനസ്സ്, ഇതുപോലെ രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ മാറ്റി നിർത്താതെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുവാനായി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം. മാനസിക രോഗം തലച്ചോറിൻ്റെ രോഗമാണ്. ആ തലച്ചോറിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന് പറയുന്നതിനേക്കാൾ പുകഞ്ഞുകൊള്ളി ഊതിക്കത്തിക്കുമ്പോഴാണ് ക്രിസ്തീയ ആത്മീയത വരുന്നത്. നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നമുക്കൊരു മാനസികാരോഗ്യ കേന്ദ്രമുണ്ട്. ഏകദേശം 386 പരം മാനസിക രോഗികൾ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ നല്ല കഴിവുകളുള്ള വ്യക്തികളാണ്. എപ്പോഴും അവർ മാനസിക നില മറന്ന് പ്രവർത്തിക്കുന്നവരല്ല. രോഗങ്ങളുണ്ട്, അവർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്, പ്രത്യേക സംരക്ഷണമൊക്കെ നൽകുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമായ ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ ശുശ്രൂഷിക്കുവാനായിട്ട് സ്റ്റാഫുണ്ട്. കൂടാതെ ഇതുപോലുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ്, നേഴ്സുമാരൊക്കെ അവരുടെ ജോലി കാലഘട്ടങ്ങളിൽ 5-6 മാസമോ 1 വർഷമോ ഒക്കെ അവർ ലീവ് എടുത്ത് ഇവരെ ശുശ്രൂഷിക്കുവാനായിട്ട് വരുന്നത് കാണുന്നു. അത് കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ മാറ്റപ്പെട്ട അകറ്റപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനും ശുശ്രൂഷിക്കുവാനും ഇവർ തൽപരരാകുന്നു. ഇവിടെയാണ് ആർദ്രത, അനുകമ്പ അടങ്ങിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുമ്പോൾ അവിടെയാണ് ജീവിതം വിജയിക്കുക. ഈ കാലഘട്ടങ്ങളിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്, ശാരീരിക മാനസിക വൈകല്യം ബാധിച്ച കുഞ്ഞുമക്കളുണ്ട്. ഇവരെയൊക്കെ വളരെ ആർദ്രതയോടെ അനുകമ്പയോടെ കാണുന്ന മാതാപിതാക്കളുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. 2 പേരും ജോലി ചെയ്യുന്നു, ഒരു കോളേജിലെ സ്റ്റാഫാണ്. ഇവരുടെ 2ാമത്തെ മകൾക്ക് മാനസിക ശാരീരിക വൈകല്യം ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ അമ്മ ഈ മകളെ പരിചരിക്കുവാനായിട്ട് ജോലി ഉപേക്ഷിച്ചു. ഈ മകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. സ്നേഹമുള്ളവരെ ഓർക്കുക, എത്ര വലിയ കരുണയോടെ ആർദ്രതയോടുകൂടിയാണ് ഈ അമ്മ പെരുമാറുന്നത്. ഇനി ഈ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഓട്ടിസം ബാധിച്ച കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കുവാൻ, വളർത്തിക്കൊണ്ടുവരുവാൻ ഈ മാതാപിതാക്കൾ പെടാപ്പാട് പെടുന്നുണ്ട്. ചില മാതാപിതാക്കൾ അത് അംഗീകരിക്കും. ചിലരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള മക്കളെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ, ആലയങ്ങളിൽ കൊണ്ടാക്കും. എന്നാൽ സ്നേഹമുള്ള ചില മാതാപിതാക്കൾ അവർ ഈ മക്കളെ കുടുംബത്തിൽ തന്നെ പരിപാലിച്ച് വളർത്തുന്നു. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇവിടെയാണ് കരുണയുടെ പ്രവൃത്തി വരുന്നത്. നമുക്കറിയാം, നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ, ഇഷ്ടം പോലെ നമുക്ക് അത് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ദാനം ചെയ്യുവാനായിട്ട് പറ്റും. അവിടെ ഒരു കാരുണ്യത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. അതിനേക്കാളൊക്കെ വലുതാണ് വേദനിക്കുന്ന വ്യക്തികളോടൊപ്പം വേദനിക്കുക. ഒരു ജീവിതം തന്നെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ 1 വർഷം 6 മാസം ഇതുപോലെ വേദനിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അവിടെയാണ് അനുകമ്പയുടെ, കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ. നമ്മുടെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ദൈവം നമുക്ക് വലിയ സൗഭാഗ്യമാണ് ഇങ്ങനെയുള്ള മക്കളെയൊക്കെ നോക്കുമ്പോഴും പരിചരിക്കുമ്പോഴും നമുക്ക് നൽകുന്നത്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചെറിയ കാര്യങ്ങളിൽ സ്നേഹം കാണിക്കണം. സ്മോൾ ആക്ട്സ് ഓഫ് ലവ്. എങ്ങനെയാ
ചെറിയ കാര്യങ്ങളിൽ സ്നേഹം കാണിക്കുവാൻ സാധിക്കുക, നമ്മുടെയൊക്കെ ഒരു പുഞ്ചിരി, ഒരു മന്ദഹാസം, പോകുന്ന വഴിക്ക് സുഖമാണോ, എവിടെയാ പോകുന്നേ എന്ന ചോദ്യം, അതൊക്കെ ചില മനസ്സുകളിൽ വലിയ മാറ്റത്തിന് ഇടയാക്കും. എനിക്ക് പരിചയമുള്ള ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പിന്നീട് വളരെ സന്തോഷത്തോടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും വ്യാപൃതിയായിട്ടാണ് ജീവിക്കുന്നത്. തണുപ്പ് കാലത്ത് ഈ ജനങ്ങൾ പള്ളിയിലേക്ക് കയറി വരുന്ന ഒരു സമയമുണ്ട്. അവരുടെ വണ്ടിയിലേക്ക് വരും. ചിലപ്പം ഇറങ്ങി നടക്കുന്ന സമയത്തായിരിക്കാം മഞ്ഞൊക്കെ വീഴുന്നത്. അങ്ങനെ വരുമ്പം ഈ അമ്മച്ചി എന്തു ചെയ്യുമെന്നറിയാമോ? ഈ പള്ളിയുടെ വാതിക്കൽ നിൽക്കും. ഈ ഡോറ് അടച്ചാണ് എപ്പോഴും ഇട്ടിരിക്കുക, തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട്. പതുക്കെ ഒരു ചിരിയോടുകൂടെ ആ അമ്മച്ചി ആ വാതിലൊന്ന് തുറന്നു കൊടുക്കും. ചെറിയൊരു കാര്യമാണ് ചെയ്യുന്നത്, പക്ഷേ അത് മനുഷ്യ മനസ്സിൽ ഭയങ്കര മാറ്റമാണ് ഉണ്ടാക്കുന്നത്. കാരണം മുഖത്തേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചിരി, ആ സന്തോഷത്തോടെ ആ വ്യക്തിയെ മാനിച്ച് ബഹുമാനിച്ച് ആ വാതിലൊന്ന് തുറന്നു കൊടുക്കുന്നു. ഒരു പക്ഷേ ജോലിയൊക്കെ ചെയ്ത് വലിയ ബുദ്ധിമുട്ടോടെയാണ്, അല്ലെങ്കിൽ വലിയ ഭാരത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് ഇവരൊക്കെ വരിക. ഇനി തണുപ്പൂടി ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരു ചെറിയൊരു കാര്യം അതുപോലും മനുഷ്യ മനസ്സിനെ മാറ്റാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ചില സമയത്തൊക്കെ കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ കുർബാന അർപ്പിക്കുവാനായിട്ട് ബലിപീഠത്തിൽ വരുന്നു. ആൾക്കാരുടെ മുഖത്തേക്കൊന്ന് നോക്കി ചെറുപുഞ്ചിരിയോടെ, ചെറിയൊരു പ്രാർത്ഥനയോടെ, ഒരു ആമുഖത്തോടെ ആ കുർബാന ചൊല്ലി അർപ്പിക്കുമ്പം ഭയങ്കര വ്യത്യാസമാണ്. കാരണം ഞങ്ങളെ ഫേസ് ചെയ്യുന്ന ആ ജനങ്ങളുടെ ഭാരം, വേദന, അതെല്ലാം ആ ഒരു ചെറുപുഞ്ചിരിയിലും മന്ദഹാസത്തിൽ അതില്ലാതായി മാറും. മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥനയും ആത്മീയ ജീവിതവും. പ്രെയർ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: കരുണയുള്ളവൻ ഭാഗ്യവാൻ, അവന് കരുണ ലഭിക്കും. സ്നേഹമുള്ളവരെ, യഥാർത്ഥമായ കരുണ എന്ന് പറയുന്നത് ദൈവിക അനുഭവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ കരുണ ലഭിക്കുക. ഈശോയുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുക എന്താണ്? മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈശോയുടെ ചിത്രം സുവിശേഷത്തിൽ പലപ്പോഴും അത് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. രോഗികളൊക്കെ സുഖപ്പെടുത്തി, അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ ആ സായം സന്ധ്യയിൽ അല്ലെങ്കിൽ രാത്രിയാകുന്ന സമയത്ത് മലമുകളിലേക്ക് പോയി അവിടെ നന്ദിയോടെ ദൈവത്തിൻ്റെ മുമ്പിലായിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ചിത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ വലിയൊരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് പറ്റും. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ, ഈ ദിവസങ്ങളിലൊക്കെ വളരെ പ്രത്യേകമായി നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കാം. തിരക്കുകളൊക്കെ ഒത്തിരിയുണ്ട്. ആ തിരക്കിന് ഇടയിൽ പോലും അല്പമൊന്ന് വിശ്രമിക്കാൻ, മനസ്സൊന്ന് സ്വസ്ഥമാക്കുവാൻ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം. ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. ശാന്തമായിരിക്കുന്ന ആ അവസരത്തിൽ ആ ദിവസത്തെക്കുറിച്ച് ഒന്ന് അവലോകനം ചെയ്യണം. എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിച്ചേ? എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നു? എന്തൊക്കെ നിറവുകളുണ്ടായിരുന്നു? എനിക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു? എനിക്ക് കരുണയോടെ, അനുകമ്പയോടെ എത്ര കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ നന്മകൾക്ക് നന്ദി പറയുകയും കുറവുകളുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് നികത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കുകയും സാധിക്കുകയും ചെയ്താൽ അത് വലിയൊരു അഭിഷേകമായി, വലിയൊരു കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയായി നമ്മിൽ രൂപപ്പെടും. അതോടൊപ്പം തന്നെ കൂദാശകളൊക്കെ ദൈവിക സാന്നിധ്യം വിളിച്ചറിയിക്കുന്നതാണ്. നല്ലൊരു കുമ്പസാരമൊക്കെ നമ്മൾ നടത്തി കഴിയുമ്പോൾ സ്നേഹമുള്ളൊരു വലിയ മാറ്റമാണ് സംഭവിക്കുക. നമ്മൾ അറിയുന്നില്ല. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരുങ്ങുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. നല്ല ഒരു കുമ്പസാരമൊക്കെ നടത്തി നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം നമ്മൾ ചെയ്യാതെ പോയ പല കാര്യങ്ങളും ദൈവം നമുക്ക് കാണിച്ചു തരും. അങ്ങനെ വന്നു കഴിയുമ്പം ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ സാധിക്കും. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷമാണ്. എത്രമാത്രം സമ്പത്ത് നമുക്കുണ്ടായാലും അതിനൊക്കെ സന്തോഷം തരിക എന്നുള്ളതിലൊരു പരിധിയുണ്ട്. എന്നാൽ നന്മയുടെ
കാരുണ്യത്തിൻ്റെ ആർദ്രതയുടെ ചില പ്രവൃത്തികൾ ചെയ്യുമ്പം അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. സ്നേഹമുള്ളവരെ, കാരുണ്യ പ്രവൃത്തികൾ വീട്ടിൽ നിന്ന് ആരംഭിക്കണം. നമ്മുടെ ഇടവകയിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നുണ്ടാവാം, നന്ദി പറയാം. എന്നാൽ വീട്ടിൽ വന്നു കഴിയുമ്പം എനിക്ക് വീട്ടിലുള്ളവരോട് കാരുണ്യവും സ്നേഹവും ഒക്കെ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? ജീവിത പങ്കാളികൾ രണ്ടുപേരും ജോലിക്കാരാണ്. ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിച്ചണിലെയും വീട് വൃത്തിയാക്കുന്ന കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പം അവിടെ വലിയൊരു സന്തോഷമാണ്, ആത്മീയ നിർവൃതിയാണ് ലഭിക്കുന്നത്. എന്നാൽ മറിച്ച് ഒരാൾ മാത്രം ജോലി ചെയ്യുന്നു. ഈ ജോലി ചെയ്യുന്ന ആളും പകൽ മുഴുവൻ ജോലിക്ക് പോയ വ്യക്തിയാണ്. എന്നാൽ ആ കുടുംബകാര്യങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു. മക്കളൊക്കെ ഏതോ കോണിലിരുന്ന് പഠിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പം വലിയൊരു വിഷമമാണ്. ആ ചെയ്യുന്നയാളുടെ മനസ്സിൽ വലിയൊരു ആകുലതയാണ്. എന്നെയൊന്നും മനസ്സിലാക്കാനായിട്ട് ആരുമില്ലല്ലോ, ഒരു ചെറുവിരൽ സഹായം പോലും തരുന്നില്ലല്ലോ. ആ ടി വിയുടെ മുമ്പിൽ ടി വി ഓപ്പൺ ചെയ്ത് ന്യൂസും അങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്നെ ഒന്ന് സഹായിക്കുന്നില്ലോ എന്നൊരു ചിന്ത വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ വീട്ടിൽ നിന്ന് ആരംഭിക്കുവാനായി ശ്രമിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ സാമ്പത്തികമായ ഔന്നത്യമൊക്കെ എല്ലാ കുടുംബങ്ങളിലുമൊക്കെ ഉണ്ട്. 2 നില വീടുകളൊക്കെ ധാരാളമാണ്. 2 3 മക്കളൊക്കെ ഉണ്ട്. 3 പേരുണ്ടെങ്കിലും 3 പേർക്കും 3 മുറികൾ, അവരുടെ പേരൊക്കെ എഴുതി വച്ചിരിക്കുന്നു. കുറേ സമയം അവർ ആ റൂമിൽ തന്നെയാണ്. പുറത്തേക്ക് വരാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. കുടുംബ സമ്മേളനങ്ങളുണ്ട്, പള്ളിയുടെ കാര്യങ്ങളുണ്ട്, മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇവരൊന്നും പങ്കെടുക്കാനായിട്ട് മക്കൾക്ക് പറ്റുന്നില്ല. മാതാപിതാക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന അവസരത്തിൽ എങ്ങനെയാണ് ഈ കാരുണ്യത്തിൻ്റെ അനുകമ്പയുടെ പ്രവൃത്തികൾ മക്കൾക്ക് ചെയ്യുവാൻ സാധിക്കുക? എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയുണ്ട്. ഏകദേശം 8ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുക. അവൻ്റെ അപ്പച്ചൻ വാർഡ് കമ്മിറ്റിക്കാരനാണ്. അപ്പച്ചന് തിരക്കുള്ള സമയത്തൊക്കെ ചില നോട്ടീസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുവാനായിട്ട് വീടുകളിലെ പിരിവുകളൊക്കെ നടത്താനായിട്ട് ഈ മകനാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളും മാതാപിതാക്കൾ ഏൽപ്പിച്ച് വിടുകയാണ്. അങ്ങനെ വരുമ്പം ജനങ്ങളെ ഒന്ന് കാണുവാനായിട്ട്, ആ പിതാവ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഈ മകന് സാധിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് അടുത്തറിയേണ്ട നിമിഷങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളാക്കി തീർത്ത ധാരാളം വ്യക്തികളുണ്ട്. അവരുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലണം. രോഗത്തിൻ്റെ സമയമായിരിക്കാം, വാർദ്ധക്യത്തിൻ്റെ സമയമായിരിക്കാം അവർ കടന്നു പോകുന്നത്. ആ അവസരങ്ങളിൽ അവരുടെ അരികിലേക്ക് ഒന്ന് ചെല്ലാൻ സാധിച്ചാൽ ജീവിതം വിജയിക്കും. ഒന്ന് ഓർത്തു നോക്കിക്കേ, എത്രയോ വൈദികർ പ്രീസ്റ്റ് ഹോമിലുണ്ട്. പ്രായമൊക്കെയായി അവർ പ്രീസ്റ്റ് ഹോമിൽ വസിക്കുന്നു. നമുക്ക് മാമോദിസ നൽകിയ വൈദികരുണ്ട്, വിശുദ്ധ കുർബാന നൽകിയ വൈദികരുണ്ട്, കുമ്പസാരിപ്പിച്ച വൈദികരുണ്ട്, വിവാഹം നടത്തി തന്ന വൈദികരുണ്ട്. ഇവരെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ഇവരുടെ അടുക്കിലൊന്ന് പോകാൻ, ഒന്ന് നന്ദി പറയുവാൻ, അവരുടെ അനുഗ്രഹം സ്വീകരിക്കാൻ സാധിച്ചാൽ അത് വലിയ ഒരു കാരുണ്യ പ്രവൃത്തിയാണ് സ്നേഹമുള്ളവരെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ചുറ്റുവട്ടം അനാഥ മന്ദിരങ്ങളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം വേണമെങ്കിൽ അവർക്ക് നമുക്ക് സ്പോൺസർ ചെയ്യാം. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. അവരുടെ അടുക്കലൊന്ന് ചെന്ന് ഒരു 10-15 മിനിറ്റ് സമയം അവരോടൊപ്പം ആയിരിക്കാൻ, അവരുടെ വേദനകളൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിൽ കൂടുതൽ യാതൊന്നുമില്ല. അവിടെയാണ് ജീവിതം വിജയിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി തൻ്റെ അവധിക്ക് വേണ്ടി കേരളത്തിലെത്തി. ഞാൻ ചോദിച്ചു, വന്നു പോയിട്ട് ഏകദേശം ഒരു 7-8 മാസമല്ലേ ആയുള്ളൂ, എന്താ പെട്ടെന്ന് വന്നേ? ആ സഹോദരി എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ചോ, എൻ്റെ അമ്മായിമ്മ വളരെ വേദനയോടെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. 2 പേരെ നോക്കുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് ഞാൻ 1 മാസത്തേക്ക് ലീവ് എടുത്ത് വന്നിരിക്കുകയാണ് ഈ അമ്മായിമ്മേനെ ശുശ്രൂഷിക്കുവാനായിട്ട്. എത്ര നാൾ ഇനിയും ജീവിക്കുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ അമ്മച്ചിക്ക് ആരോഗ്യമുള്ള സമയത്ത് വിദേശ രാജ്യത്ത് കൊണ്ടുപോയിരുന്നു.
ഇപ്പോൾ അമ്മച്ചിയുടെ ആഗ്രഹപ്രകാരം ഇവിടെയാണ്, ഈ കേരളത്തിൽ തന്നെ താമസിക്കാനാണ് ആഗ്രഹം. എങ്കിലും ഈ മകള് ലീവ് എടുത്ത് വന്ന് ഏകദേശം 1 മാസം ഈ അമ്മച്ചിയോടൊപ്പം സ്പെൻഡ് ചെയ്യുവാനായിട്ട് ഇടയാകുന്നു. സ്നേഹമുള്ളവരെ, ഇതിൽ പരം വലിയ കാരുണ്യ പ്രവർത്തികളുണ്ടോ? കാരണം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ ധാരാളം നൽകിയിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ തിരക്കേറിയ യാഥാർത്ഥ്യങ്ങളിൽ കണ്ണൊന്ന് തുറന്നു കാണാൻ, വേദനിക്കുന്ന വിഷമിക്കുന്നവരുടെ ആ രോദനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുക. ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഞങ്ങൾക്ക് അങ്ങ് കാണിച്ചു തന്ന പാത എന്ന് പറയുന്നത് അനുകമ്പയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യ പ്രവൃത്തികളുടെ പാതയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കുവാൻ, ഞങ്ങളുടെ ചുറ്റുമുള്ളവരോട് ആർദ്രതയോടെ പെരുമാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.